കായികമേളയിലെ നടത്ത മത്സരത്തിൽ സീനിയർ വിഭാഗം ചേച്ചിമാരോട് മത്സരിച്ച് വെങ്കല മെഡൽ നേടിയിരിക്കുകയാണ് 13 വയസ്സുള്ള പാലക്കാട്ടുകാരി ശ്രേയ. ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇരട്ട സഹോദരി ശ്രദ്ധയ്ക്കൊപ്പമാണ് ശ്രേയ മേളയ്ക്കെത്തിയത്. ഇവരിൽ നിന്നും സീനിയർ വിഭാഗത്തിൽ ആര് മത്സരിക്കുമെന്ന ചോദ്യത്തിന് ടോസ് ഇട്ട് തീരുമാനമെടുത്ത കഥയാണ് അധ്യാപകൻ ബിജു വാസുദേവന് പറയാനുള്ളത്. ഇതിൽ ആരാണ് ശ്രേയ, ആരാണ് ശ്രദ്ധ? ഞാനാണ് ശ്രേയ. ഞാനാണ് ശ്രദ്ധ. സീനിയർ പെൺകുട്ടികളുടെ നടത്തത്തിനിടെയാണ് 13-കാരി ശ്രേയയെ എല്ലാവരും ശ്രദ്ധിച്ചത്. സബ് ജൂനിയർ വിഭാഗത്തിൽ മത്സരമില്ലാത്തതുകൊണ്ടാണ് ഒരാൾ സീനിയർ വിഭാഗത്തിലും മറ്റൊരാൾ ജൂനിയർ വിഭാഗത്തിലും മത്സരിക്കാം എന്ന ശ്രേയയും ശ്രദ്ധയും തീരുമാനിച്ചത്. ഒറ്റ മെഡലും വിട്ടുകൊടുക്കേണ്ട എന്ന ചിന്തയാണ് ഇതിനു പിന്നിൽ. പക്ഷേ സീനിയർ വിഭാഗത്തിൽ ആര് മത്സരിക്കും? അങ്ങനെ ടോസ് ഇട്ട് ആളെ കണ്ടെത്തി. ഒരാൾ ജൂനിയറിലോ ഒരാൾ സീനിയറിലോ ആവാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ തമ്മിൽ വഴക്ക്. ഞാൻ ജൂനിയറിൽ ചെയ്യാൻ, ഞാൻ സീനിയറിൽ ചെയ്യാമെന്ന് വഴക്കാം. അവസാനം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്തായാലും ടോസ് ഇട്ടിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ടോസ് ഇട്ടു. അത് ടോസ് ഇട്ടപ്പോൾ ശ്രേയ സീനിയറിലും ആയി, ശ്രദ്ധ ജൂനിയറിലും ആയി. അന്നേരം ചെറിയ കുട്ടികൾ 13 വയസ്സായിട്ട് ഏകദേശം ഒരു 10-20 ദിവസം ആവുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് തന്നെ മത്സരത്തിൽ തന്നെ ഒരു മെഡൽ നേടാൻ കഴിഞ്ഞതിൽ അവരെക്കാൾ കൂടുതൽ ഒരു അധ്യാപകൻ നിലയിൽ, കോച്ച് എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം. ശ്രദ്ധ 3 കിലോമീറ്റർ നടത്തത്തിൽ ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ട്. പഴയ അത്ലറ്റായ വല്യച്ഛനാണ് രണ്ടുപേരുടെയും പ്രചോദനം. ഞങ്ങളുടെ വല്യച്ഛന് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ആർമിയിൽ ഇങ്ങനെ ജോലി കിട്ടി, അങ്ങനെയൊക്കെ അമ്മൂമ്മ അങ്ങനെയൊക്കെ പറയും. മുത്തശ്ശി അപ്പം അങ്ങനെ ശരിയാണെന്നോ, നിങ്ങൾ അങ്ങനെയൊക്കെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള കാര്യത്തിന്. സ്ഥിരം പരിശീലനത്തിന് മികച്ചൊരു മൈതാനമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടും ശ്രേയയ്ക്കുണ്ട്. ദുബായിൽ ഡ്രൈവറായ ഉണ്ണികൃഷ്ണന്റെയും ശാന്തയുടെയും മക്കളാണ് ഇരുവരും. ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി ടോസ് ഇട്ടാണ് സീനിയർ വിഭാഗത്തിൽ മത്സരിച്ചതെങ്കിലും ഈ കുട്ടി പൊട്ടാസുകൾ മെഡൽ ഉറപ്പിച്ചാണ് മടങ്ങാൻ പോകുന്നത്. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.